നമസ്കാരം. സഭാ വാർത്തകളും വിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് സഭ ആവിഷ്കരിച്ച അഭയ ഭവന പദ്ധതിയിൽ കീഴ്വായ്പൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 5 വീടുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും കൂദാശ അനുഗ്രഹീതമായി. ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ കാർമ്മികരായി. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വികാരി ജനറൽമാരായ വെരി റവറൻ മാത്യു ജോൺ, വെരി റവറൻ ചെറിയാൻ തോമസ്, വെരി റവറൻ സാംസൺ എം ജേക്കബ്, റവറൻ പി ജി ജോർജ്, റവറൻ സന്തോഷ് വർഗീസ്, റവറൻ രാജു ഫിലിപ്പ്, റവറൻ എബ്രഹാം പി എബ്രഹാം, റവറൻ വി എസ് കറിയ, പ്രൊഫസർ പി ജെ കുര്യൻ, ഡോക്ടർ ജേക്കബ് ജോർജ് എന്നിവർ പങ്കെടുത്തു. അഭയ പദ്ധതിയിൽ 121 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളായി മാറരുതെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. മാർത്തോമ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ സംഘടിപ്പിച്ച അക്കാഡമിക് കോൺഫറൻസിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പൊലിത്ത. രാഷ്ട്ര നിർമ്മിതിയാവണം വിദ്യാഭ്യാസ ലക്ഷ്യം. ആഗോളതലത്തിലും ഇന്ത്യയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കൊപ്പം അവസര സമത്വം സാധ്യമാകുന്നില്ല. പ്രവേശനം നേടുന്നവരുടെ എണ്ണത്തിൽ അസമത്വം നിലനിൽക്കുന്നു. പ്രവേശനത്തിൽ മാത്രമല്ല, ഫണ്ടിങ്ങിലും വിഭവ വിതരണത്തിലും അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. ദേശീയ തലത്തിലുള്ള സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ ബജറ്റിന്റെ ഗണ്യമായ ഭാഗം ലഭിക്കുമ്പോൾ ചെറിയ ശതമാനം വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കുന്നുള്ളൂ. വിദ്യാർത്ഥി ജനസംഖ്യയിൽ 2/3 ഭാഗത്തിനും വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാന സർവകലാശാലകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെന്നൈ സായി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അജിത് എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ കുഞ്ചറിയ പി ഐസക്, ഡോക്ടർ എലിസബത്ത് ഷേർലി, ഡോക്ടർ തോമസ് ജോസഫ്, ഡോക്ടർ ഷാജിമോൻ കെ ജോൺ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ എബ്രഹാം, ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ഐസി കെ ജോൺ, ഡോക്ടർ രാജൻ വർഗീസ്, ഡോക്ടർ ജോൺ ജോർജ് അത്യാൽ എന്നിവർ പ്രസംഗിച്ചു. വനാവകാശ നിയമപ്രകാരം പട്ടയം ലഭിച്ച റാന്നി പെരുനാട് പഞ്ചായത്തിലെ ലാഹ മഞ്ഞത്തോട് ആദിവാസി ഉന്നതിയിലെ 5 ആദിവാസി കുടുംബങ്ങൾക്കായി മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം നിർമ്മിച്ച ഭവനങ്ങളുടെ സമർപ്പണം ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. മനുഷ്യബന്ധം, പ്രകൃതി ബന്ധം, ഈശ്വര ബന്ധം ഇവയെ ശാക്തീകരിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആയിരിക്കണം സർക്കാർ തയ്യാറാക്കേണ്ടതെന്നും മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത പറഞ്ഞു. ഒരു വീട് കല്ലും മണ്ണും കൊണ്ട് നിർമ്മിക്കുന്നതാണ്. എന്നാൽ അതൊരു ഭവനമായി തീരുന്നത് ബന്ധങ്ങളിലാണ്. അപ്പോഴാണ് അതിനൊരു ഭവനമായി രൂപപ്പെടുന്നത്. തമ്മിലുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം, പ്രകൃതിയുമായുള്ള ബന്ധം, അയൽക്കാരുമായുള്ള ബന്ധം, രാജ്യവുമായുള്ള ബന്ധം, ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് ഒരു സമാധാനപൂർണ്ണമായി ജീവിക്കാൻ ഒരു ഇടം ഒരുക്കുന്നത്. മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തയുടെ 75ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി രൂപം കൊടുത്ത പദ്ധതിയാണ് കനവ് പാർപ്പിട പദ്ധതി. ആദിവാസി സഹോദരങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിട ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ 5 ഭവനങ്ങളാണ് അർഹരായ കുടുംബങ്ങൾക്ക് സമർപ്പിച്ചത്. പ്രമോദ് നാരായണൻ MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയൻ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ നജീം SA, പെരുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മധു, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഡോക്ടർ അരുൺ തോമസ്, പെരുനാട് സബ് ഇൻസ്പെക്ടർ സണ്ണി TS, റവറൻ അലക്സാണ്ടർ തരകൻ, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ, റിബു തോമസ് മാത്യു, എഞ്ചിനീയർ അനോ ഡേവിഡ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. 5 ഭവനങ്ങൾക്കും കത്തിച്ച നിലവിളക്കുകൾ നൽകി. ഭക്ഷ്യ കിറ്റുകളും കിടക്കകളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. പദ്ധതിയുടെ അടുത്ത ഘട്ടമായി 5 ഭവനങ്ങളുടെ കൂടി നിർമ്മാണം ആരംഭിക്കുമെന്നും ഊരുമൂപ്പന്
ഒരു വീട് നൽകുമെന്നും സഫ്രഗൻ മെത്രാപ്പൊലീത്ത അറിയിച്ചു. തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ റൂസ 2.0 പദ്ധതി പ്രകാരം നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മാത്യു ടി തോമസ് MLA അധ്യക്ഷനായിരുന്നു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണവും ആന്റോ ആന്റണി MP മുഖ്യ സന്ദേശവും നൽകി. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, റൂസ സ്റ്റേറ്റ് ഡയറക്ടർ ഡോക്ടർ ഷർമിള, മേരി ജോസഫ്, സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സുധീർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിമ്മി മറിയ ഉമ്മൻ, ട്രഷറർ CA ലിപിൻ മാത്യു, ഡോക്ടർ സാം തോമസ് ജോയ്, മുനിസിപ്പൽ കൗൺസിലർ ജീന ഷിബു, KK ജോൺ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ യുവജന സഖ്യം സ്റ്റഡി ഫോറം നേതൃത്വത്തിൽ വസന്തോത്സവം മെയ് 1 മുതൽ 3 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ സംഘടിപ്പിക്കും. ക്യാമ്പ് ലോഗോ മാരാമൺ യുവവേദി വേദിയിൽ സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പൊലീത്ത പ്രകാശനം ചെയ്തു. യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബൈജു തോമസ്, ചെയർമാൻ റവറൻ നിജോ A വർഗീസ്, കൺവീനർ ആശിഷ് T വർഗീസ്, ജോയിന്റ് കൺവീനർ എബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. 114ാമത് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 6 മുതൽ 9 വരെ തിരുവനന്തപുരം മുക്കോലിക്കൽ സെന്റ് തോമസ് സ്കൂൾ ക്യാമ്പസിലുള്ള ഡോക്ടർ ജോസഫ് മാർത്തോമ ഓഡിറ്റോറിയത്തിൽ നടക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്കും +2 പഠനം പൂർത്തിയാക്കി കോളേജ് പ്രവേശനത്തിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. മാർച്ച് 31-നകം പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ സഭാ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശലോം.